செல்வாடை செல்வாடை எங்கடா போயிருக்கு? டேய், நிறைய வேலை இருக்கு, சீக்கிரம் வாங்கடா. என்னடா இது, தூரத்துக்கு சம்மதிக்கல. செல்வா, டேய், நான் வந்துட்டேன் அண்ணா. என்ன பொண்ணு, அரவு கட்ட முண்டம். സുരേഷ് കുമാറെ അങ്ങനെയല്ല, അതെന്ന് പറഞ്ഞ ഓണം എന്ന് പറഞ്ഞാൽ ഓണമായിരുന്നു. നീ വന്നാണ് നമ്മള് ഇവിടെ ആര് വിളിച്ചത്? എവിടെ വലിഞ്ഞേറി വന്നോളും കള്ള കളവ്. ഉണ്ട് കഴിഞ്ഞ 100 കൂട്ടം കുറ്റവും കുറവും, അത് പറയാതങ്ങൊരു പോവേയില്ല. അത് മാത്രമല്ല, ഇങ്ങനെ കണ്ട മുമ്പ് ആരെ കണ്ടാലും ശരി തന്നെ പിടിച്ചൊരു വല്ലാത്തൊരു ഉപദേശമുണ്ട്. എന്ത് പറയാനട ഇതിനൊക്കെ. ഓണാഘോഷത്തിനെന്ന് പറഞ്ഞാൽ പൂവ്, അത്തപ്പൂ കളം, ഒരു ബഹളമാണ്. അതുപോലെ ഓണത്തിനാണ് തുമ്പി, ഓണത്തുമ്പി, ഓണത്തുമ്പി. ആ, ഓണത്തുമ്പി കണ്ടിട്ടില്ലേ? ഓണത്തിന് മാത്രമേ അത് വരുള്ളൂ. പിന്നെ അപ്പോഴും ഓണം എല്ലായിടത്തും ഓണത്തുമ്പി, ഓണപ്പുല്ല്. ഇതിപ്പോ എവിടെയെങ്കിലും ഉണ്ടോ? ഓണപ്പുല്ലുണ്ട്, അതിങ്ങനെ തുണിയിലൊക്കെ കൊടുത്തിരിക്കും. വാ വാ സുരേഷ് വാ. സുരേഷ് അങ്ങനെ അയാളെ വായിച്ചെന്ന് പെട്ടെന്നാണ് തോന്നുന്നത്. നോക്കിയാണ് നമ്മള് ഓണത്തിന് അങ്ങ് തകർത്തിട്ടുണ്ട്. ഭയങ്കര ഇതാണ്. ഏറ്റവും കൂടുതൽ ഓണം എവിടെ നടക്കണം? നല്ല ഓണം തിരുവനന്തപുരത്താണ് സദ്യ. ഓണസദ്യ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം. സുരേഷ് വാ. ഇപ്പം കേരളത്തിലെ ഓണം എന്ന് പറഞ്ഞാൽ ടി വിയിലെ മുമ്പേ കണ്ട, മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കണ. എങ്കിലും പിള്ളേർ ഓണത്തിന് എന്തെല്ലാം പരിപാടിയുണ്ട് സുരേഷേ. ആ, നിങ്ങൾ നേരത്തെ വന്നാ? ജോലിയൊക്കെ ആയാ? ആ, മരളിയായി. എന്താന്ന് മരളി, ഓണമായിട്ട് ആട്ടമൊക്കെ തന്നെ? മുരളി, ആ, ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. സുരേഷ് വാ സുരേഷ്, നമുക്ക് അകത്തോട്ടിരിക്കാം. മുരളിയുടെ പൈസക്ക് മുരളി കുടിക്കും. ഇങ്ങേർക്ക് എന്ത് നമുക്ക് വരാൻ ഒരു തീറ്റി പണ്ടാര. ബാ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നമ്മളെന്താ സംസാരിക്കും? ഇങ്ങനെയല്ലേ പണ്ട് ഓണം? ആ, തുമ്പപ്പൂ ഉണ്ടാക്കാം, തുളസിപ്പൂ ഉണ്ടാക്കാം, വീടിൻ്റെ മുറ്റാകെ എല്ലാവരും കൂടെ കൂടി ഓണം അടക്കം. സുരേഷ് അങ്ങനെ ഭയങ്കര ആഘോഷമായിരുന്നു സുരേഷ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്ന് പിള്ളേർക്ക് സമയമില്ല, ഓരോ മുറിയല്ലേ ഉള്ളു ഓരോന്ന്. ഓണത്തിന് നമ്മൾ അങ്ങ് ആ എപ്പോഴും വന്ന് മോള് എവിടെ താമസിക്കണ? ആരെ മോള്? ആരെ മോള്? ഓണമൊക്കെ തുടങ്ങിയാ? ആ, സ്കൂൾ അടച്ച, പരീക്ഷയൊക്കെ തീർന്നാ? ആ,
നന്നായിട്ട് പഠിക്കണം കേട്ടാ. ആ പൂക്കളൊക്കെ കൊള്ളാം. കേട്ടാ സുരേഷേ, കണ്ട ആ മോള് കണ്ട, ഇത് കണക്ക് ആവണം. പിള്ളേർക്ക് ഇപ്പം ആളുകളെ മോൻ നോക്കാൻ അറിഞ്ഞുകൂടാ. സുരേഷ്, നമ്മളെ പോലെ സദ്യ എവിടെ ഇരിക്കണം? ഇത്രയും കറികൾ, 24 കൂട്ടം കറികൾ, പ്രഥമനെന്ന് പറഞ്ഞു. ആ ഇല്ല ഇല്ല, ആരോ വിളിച്ച പോലെ വന്നു. ഇല്ല ഇല്ല, സുരേഷ് അവിടെ ഇരി, സുരേഷ് അവിടെ ഇരി. ഇല്ല ഇല്ല, ആ പിള്ളേർ കളിച്ചായിരിക്കും. സുരേഷ് ഇരി. സുരേഷേ, പിന്നെ നമ്മൾ പ്രഥമനെന്ന് വാ സുരേഷ്, നമുക്ക് കഴിച്ചിരിക്കാം. കൈയൊക്കെ നമ്മളല്ലേ എന്നും കഴിവണല്ലേ. വാ സുരേഷ്. മക്കളെ പേരെന്തര്? എത്രാം ക്ലാസ്സിൽ പഠിക്കണം? കറികളൊക്കെ എടുത്ത് കൂട്ടാക്കുന്നത് കണ്ട. ഇതൊക്കെ എന്ന് പറഞ്ഞാലേ മാങ്ങ ഇങ്ങനെ ചേർത്തങ്ങ് തിന്നണം. അത് കണക്ക് താണ്ട പച്ചടി കിച്ചടി ഇതൊക്കെ ഇങ്ങനെ എടുത്ത് താണ്ട ഇതിൽ കൂടെ എടുത്ത് തിന്നണമെന്ന്. കൊച്ചിന് പിടിച്ച് തിന്നു. ഓ, ഇഞ്ചിക്കറിക്ക് നല്ല എരിവാ. ഇത്തിരി വെള്ളം ഒഴിച്ചേ മുരളി. കാക്കത്തീട്ടം തുളച്ച് എനിക്ക് എൻ്റെ നീര് ഓ
ഇഞ്ചിക്ക് ഇത്തിരി എരി കൂടിയാ എന്താ മുരളി? 101 ഗുണമല്ലേ? 101 201 എനിക്കറിഞ്ഞൂടാ മാഷേ. പക്ഷേ 108 വരേണ്ടി വരും. செல்வா டேய் செல்வா டேய் முடிஞ்சாச்சண்ணா, நான் வரேன். என்ன பண்ணிடும், நிம்மதி தூங்கவும் முடியல, தூரலும் முடியல. என்ன அண்ணா எவ்வளவு சந்தேகப்படுறேன்? കേരളത്തിൽ ഇപ്പതാ ഫെസ്റ്റിവൽ സീസൺ. വ്യാപാരം നല്ലപടിയെ നടക്കും വേണ്ടയാ. സീക്രം ഇഞ്ചിയെ കേട്ടടാ വാങ്ങോ.